ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ രചിച്ചിട്ടുള്ള ഉംദത്തുൽ അഹ്കാം എന്ന കിതാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഈ കിതാബിൽ ഹജ്ജ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കി. പിന്നീട് കിതാബുൽ ബുയൂഇൽ കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ഇതിൻ്റെ ഹദീസുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചില ആമുഖങ്ങളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. കിതാബുൽ ബുയൂ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കച്ചവടം ചെയ്യുന്ന, അതല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെടുന്ന ഓരോരുത്തരും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം അങ്ങാടികളിൽ കച്ചവടം ചെയ്യുന്നവർ മാത്രം പഠിക്കേണ്ട കാര്യമല്ല, മറിച്ച് വാങ്ങുന്നവരായ നാം ഓരോരുത്തരും ഉപഭോക്താക്കളും ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വാങ്ങാം എന്നൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ചില ഓഫറുകളൊക്കെ കാണുമ്പോഴേക്കും, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള കച്ചവട രീതികളൊക്കെ കാണുമ്പോഴേക്കും നമ്മളതിൽ പെട്ടുപോകും. അങ്ങനെ ഹറാമായിട്ടുള്ള ഇടപാടിൽ നമ്മൾ ഏർപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഏത് രീതിയിൽ എനിക്ക് വിൽക്കാം എന്ന് കച്ചവടക്കാരനും ഏതൊക്കെ രീതിയിൽ എനിക്ക് വാങ്ങാമെന്ന് ഓരോ വാങ്ങുന്നവനും ഉപഭോക്താവും അത് പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കണം. സ്ത്രീകളും ഈ കാലഘട്ടത്തിൽ വീടുകളിൽ ഇരുന്നു കൊണ്ടും അതല്ലെങ്കിൽ ഓൺലൈനായിട്ടും മറ്റുമൊക്കെ പല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. അവരും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് എനിക്കിത് വിൽക്കുന്നുണ്ടെങ്കിൽ വിൽക്കാൻ അനുവാദമുള്ളത്, ഞാൻ വാങ്ങുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ കച്ചവടത്തിൻ്റെ ഹദീസുകൾ എന്ന് പറയുമ്പോൾ വലിയ കച്ചവടക്കാരായ ആളുകൾ മാത്രം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞത് വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്നാണ്. അല്ലാഹു കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടുണ്ട്, റിബയാണ്, പലിശയാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് എല്ലാ കച്ചവട ഇടപാടുകളും അനുവദനീയമാണ് 3 കാര്യങ്ങൾ ഒഴികെ എന്നാണ്. ഇവിടെ അഹല്ലല്ലാഹുൽ ബൈഅ, ബൈഇന്റെ അസ്ൽ, അതിന്റെ അടിസ്ഥാനം അത് ഹലാലാണ് എന്നാണ്. ഏതു തരത്തിലുള്ള കച്ചവടവും അനുവദനീയമാണ്. പക്ഷേ ശരീഅത്തിൽ വ്യത്യസ്ത ഹദീസുകളും ആയത്തുകളൊക്കെ വായിക്കുമ്പോൾ ഇന്ന രൂപത്തിൽ പാടില്ല, ഇന്ന രൂപത്തിൽ പാടില്ല എന്നൊക്കെ കാണാം. അതിന് 3ആയിട്ട് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മാക്കാന മിൻ ബാബിർ റിബ, പലിശ വരുന്ന കച്ചവടമുണ്ട്, അത് പാടില്ല. ചിലത് വിചാരിക്കും പലിശ മാത്രമാണ് ദീനിൽ പ്രശ്നം, പലിശ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളൊക്കെ അനുവാദമുണ്ട് എന്ന്. അങ്ങനെ മനസ്സിലാക്കരുത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മാക്കാന മിൻ ബാബിർ റിബ, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിലുണ്ട് എങ്കിൽ അത് പാടില്ല. ഇനി പലിശ തന്നെ 2 രൂപത്തിലുണ്ട്. പലിശ അത് സാമ്പത്തികമായ ഇടപാടുകളിലുള്ള പലിശയുണ്ട്. അതേപോലെ തന്നെ ചില വസ്തുക്കൾ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയും ചില പലിശയുണ്ട്. പലർക്കും ആദ്യത്തെ റിബൽ ഖുറൂൽ, കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പലിശയായിരിക്കും നമുക്ക് പലപ്പോഴും അറിയാം. അതായത് നമ്മൾ ഒരാൾക്ക് 10,000 രൂപ കൊടുത്തു, ഈ മാസത്തിനുള്ളിൽ തിരിച്ച് തരുമ്പോൾ നീ അത് 10,500 തരണം, അത് അടുത്ത മാസമാകുമ്പോൾ 10,100 ആകും, അത് ഇനിയും കൂടിയാൽ 10,200 ആകും എന്ന് ബാങ്കും അതല്ലെങ്കിൽ അങ്ങനെ കൊള്ളപ്പലിശക്കാരൊക്കെ നടത്തുന്ന പലിശ, അത് പലിശയുടെ ഒരു ഇനമാണ്. അത് റിബൽ ഖുറൂലാണ്, കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലിശയാണ്. എന്നാൽ അതല്ലാത്ത റിബൻ നസീഅ, അതേപോലെ തന്നെ സഹോദരങ്ങളെ റിബ ആ നിലക്കുള്ളതുണ്ട്. സ്വർണവുമായി ബന്ധപ്പെട്ട് വാങ്ങുന്ന സമയത്ത് റിബൻ നസീഅയും റിബൽ ഫദ്ലും ഒക്കെയുണ്ട്. ഒരു സ്വർണം പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഗ്രാമുകൾ തുല്യമായി ഇരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അത് പലിശ വരും. ഇതും പലിശയപ്പെടുന്ന കാര്യമാണ്, അത് പലർക്കും അറിയാറില്ല. അതല്ലെങ്കിൽ ഒരൊറ്റ മജ്ലിസിൽ നിന്ന് തന്നെ വാങ്ങി തീർക്കേണ്ടതായ കാര്യങ്ങൾ, അത് ആദ്യം നമ്മൾ വ്യത്യസ്ത സമയം വൈകിപ്പിക്കുകയോ നേരത്തെയൊക്കെ ആക്കുന്ന സമയത്ത് അതിലും ഒരു പലിശയുടെ ഇനങ്ങൾ വരും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് ആ മസാലകളൊക്കെ വരുന്ന സമയത്ത് വിശദീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത്
ഒരു രീതി പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ്. അപ്പം അതിൻ്റെ കീഴെ ഇതിലൊക്കെ വരും. അപ്പം നമ്മൾ ബാങ്കുമായി ഇടപാടില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല, ഒന്നും പലിശ അല്ല എന്ന് വിചാരിക്കരുത്. പലിശ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഒരു തരത്തിലുള്ള പലിശയും നമ്മുടെ കച്ചവട ഇടപാടുകളിൽ പാടില്ല. രണ്ടാമത്തത് മകാന മൻഹിയൻ അൻ ബൈഇ ദാതിഹി, ഒരു വസ്തു തന്നെ ഹറാമായിട്ട് ദീനിൽ പറഞ്ഞതുണ്ട്, അത് വിൽക്കാനും വാങ്ങാനും പാടില്ല. അത് പൊതുവെ ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ കള്ള് വിൽക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയുന്നതാണ്, കാരണം കള്ള് നിഷിദ്ധമായ കാര്യമാണ്. അതേപോലെ പന്നി മാംസം വിൽക്കാൻ പാടില്ല, അത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെല്ലാമാണോ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്കുനേരെ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അത് വിറ്റുണ്ടാക്കുന്ന വിലയും നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആളുകൾ അത് ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കും. ഇതാദ്യമായി യഹൂദരാണ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളത്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അമിതമായ ചോദ്യങ്ങൾ കാരണം ചില കാര്യങ്ങളൊക്കെ അവർക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു. ചില കൊഴുപ്പുകളൊന്നും മൃഗത്തിൽ നിന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അവർക്ക് നിഷിദ്ധമാക്കി. അത് അവരുടെ അമിതമായ ചോദ്യങ്ങൾ കാരണത്താൽ അല്ലാഹു തആല അവർക്ക് അവരുടെ ശരീഅത്ത് ഘടിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് അവർ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയുണ്ടായി. അവരെന്ത് ചെയ്യും? അവർക്ക് നിഷിദ്ധമായ ആ മൃഗത്തിൻ്റെ കൊഴുപ്പുകളും മറ്റുമൊക്കെ അങ്ങാടി കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് അതിൻ്റെ പൈസ കിട്ടും. എന്നിട്ട് ആ പൈസ കൊണ്ട് അവർ ഹലാലായിട്ടുള്ള മറ്റു വസ്തുക്കൾ വാങ്ങും. ഇത് ഒരു തരം തട്ടിപ്പാണ്. അത് ശരിയല്ല. നമ്മൾ ഹറാമ് കഴിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമുക്ക് എന്താണോ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത് അത് വിൽക്കലും നിഷിദ്ധമാണ്. അത് യാതൊരു സംശയവും നമുക്ക് വേണ്ടതില്ല. അള്ളാഹു ശരീഅത്തിൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊന്നും തന്നെ അത് വിൽപ്പനക്ക് വെക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തെ നിഷിദ്ധമായിട്ടുള്ള ഇനം മാക്കാന മിൻ ബാബിൽ ഗറർ, ഗറർ ഉണ്ടാകുക, അതല്ലെങ്കിൽ മൈസർ എന്ന് പറയുന്ന ചൂതാട്ടം പോലെയുള്ള, നമ്മൾ വാങ്ങുന്ന വസ്തു അത് അതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഇല്ലാത്ത, അതെന്താണ് എന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമല്ലാത്ത രൂപത്തിലുള്ള അത്തരം കാര്യങ്ങളും പാടില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ലോട്ടറിയുമായിട്ടുള്ള ഇടപാടുകൾ, അതൊരു കൊടുക്കൽ വാങ്ങലാണ്. നമ്മൾ ലോട്ടറി ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട്, 100 രൂപയോ 150 രൂപയോ ഒക്കെ കൊടുത്ത് വാങ്ങുന്നുണ്ട്. പക്ഷേ അത് ചൂതാട്ടമാണ്. അത് നേർക്കുനേരെയുള്ള കച്ചവടമല്ല, തൃപ്തികരമായിട്ടുള്ള കച്ചവടമല്ല, നിഷിദ്ധമാക്കിയിട്ടുള്ള കച്ചവടമാണ്. ആ ഇനത്തിലും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പണ്ഡിതന്മാർ ഇൻഷുറൻസും മറ്റുമൊക്കെ അസല് അതിൻ്റെ അടിസ്ഥാനം നിഷിദ്ധമാണെന്ന് പറയാൻ അതൊക്കെ ബൈഉൽ ഗററാണ്. എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന സേവനം, അതല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് വ്യക്തമല്ല, അതെല്ലാം ആ നിലക്ക് നിഷിദ്ധമാണ്. അപ്പോൾ ഈ 3 തരത്തിലുള്ളതല്ലാത്ത ബാക്കിയെല്ലാം അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അസല് അത് അനുവദനീയമാണ്. ഇതേ കാര്യങ്ങൾ വാടക കൊടുക്കുമ്പോഴും മറ്റുമൊക്കെ ഉണ്ട്. ഇതേ നിഷിദ്ധമായ കാര്യത്തിന് വാടക കൊടുക്കാൻ പാടില്ല, പലിശയുമായി ഇടപാടുകൾ വാടക വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ കൊടുക്കൽ വാങ്ങുന്നത് എല്ലാത്തിലും അത് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ കിതാബിൽ വന്ന ഉംദത്തുൽ അഹ്കാമിൽ വന്ന ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമതായി കൊടുത്തിട്ടുള്ളത് സഹോദരങ്ങളെ ഖിയാറുൽ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. എന്താണ് ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുന്നത്? നമ്മളൊരു വസ്തു വാങ്ങി, ഒരു കടയിൽ പോയി വാങ്ങി, ആ വാങ്ങിയിട്ട് അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് കച്ചവടമൊക്കെ കഴിഞ്ഞു. 100 രൂപയുടെ ഒരു വസ്തു നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങി, കച്ചവടമൊക്കെ കഴിഞ്ഞു, എല്ലാം റെഡിയായി. പക്ഷെ നമ്മൾ ആ കടയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തോന്നുകയാണ് ഇതിപ്പോൾ ആവശ്യമില്ല, അതല്ലെങ്കിൽ ഇത് 100 രൂപക്ക് വാങ്ങേണ്ടില്ലേനു, അതെനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് നമുക്കൊരു വീണ്ടും വിചാരമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അത് വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാവുന്നതാണ്, അത് കൊടുക്കാവുന്നതാണ്. അതവിടെ അനുവാദമുണ്ട്. ഖിയാറുൽ മജ്ലിസ് എന്നുള്ളത് ദീനിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് പണ്ഡിതന്മാർ പറഞ്ഞതാണ്, നമ്മുടെ ഇടപാടുകൾ, ഉഖൂദുകൾ, ട്രാൻസാക്ഷൻ അത് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഉഖൂദുൻ ലാസിമ എന്ന് പറയും, നിർബന്ധമായിട്ടുള്ള അഖ്ദുകൾ എന്ന് പറയും. അങ്ങനെയുള്ളത് അത് സഹോദരങ്ങളെ അത് 2 കൂട്ടർക്കും പരസ്പരം തൃപ്തിയിലോ അതല്ലെങ്കിൽ ഖിയാറുൽ മജ്ലിസിന്റെ അടിസ്ഥാനത്തിലോ അല്ലാതെ അത് അവർക്കത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയില്ല. ഖിയാറുൽ മജ്ലിസ് ഉണ്ടെങ്കിൽ അവർക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള അഖ്ദുകളുണ്ട് സാധാരണ കച്ചവട ഇടപാടുകളിലൊക്കെ ഉള്ളത് അങ്ങനെയാണ്. രണ്ടാമത്തേത് ഉഖൂദുൻ ലാസിമ കഴിഞ്ഞ രണ്ടാമത്തത് സഹോദരങ്ങളെ നമുക്ക് പാടില്ലാത്ത ഉഖൂദുൻ ലാസിമ കഴിഞ്ഞാൽ അവിടെ ജായിസയായ ഉഖൂദുണ്ട്, ഉഖൂദുൻ ജായിസ എന്ന് പറയും. ഇത് സഹോദരങ്ങളെ അവിടെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ കച്ചവടത്തിൽ നിന്നും പിരിയാവുന്നതാണ്, അല്ലെങ്കിൽ ആ ഇടപാടിൽ നിന്നും പിരിയാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ വക്കാലത്ത് ഏൽപ്പിച്ചു. നമ്മൾ പറഞ്ഞു ഈ കാറ് എന്ത് ചെയ്യണം, എനിക്ക് വിറ്റ് തരണം എന്ന് പറഞ്ഞ ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചു. അപ്പോൾ അയാളുമായിട്ടുള്ള നമ്മുടെ ഇടപാട് വക്കാലത്താണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാൻ പറ്റും. വേണ്ട, ഞാനത് വിൽക്കുന്നില്ല, നീ തിരിച്ചു കൊണ്ടുവന്നോളൂ
എന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ട് ഇടപാടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്നാൽ ഒരാളുമായി കച്ചവടം ഉഖൂദുൻ ലാസിമ സംഭവിച്ചു കഴിഞ്ഞാൽ, അനിവാര്യമായിട്ടുള്ള അത്തരം അഖ്ദ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെയുള്ള ഖിയാറുൽ മജ്ലിസ് കൊണ്ട് മാത്രമേ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് തിരിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വഞ്ചനകളോ മറ്റോ ഒക്കെ നടക്കുക, അത്തരം കാര്യങ്ങൾ അതിലുണ്ട്, ആ പ്രൊഡക്റ്റിൽ വല്ല വഞ്ചനയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത്തരം സമയത്ത് നമുക്ക് അവരോടത് തിരിച്ച് എടുക്കാനൊക്കെ പറയാവുന്നതാണ്. അത് ഉണ്ട്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ്. عن عبد الله بن عمر رضي الله عنهما عن رسول الله صلى الله عليه وسلم أنه قال إذا تبايع الرجلان فكل واحد منهما بالخيار ما لم يتفرقا وكانا جميعا أو يخير أحدهما الآخر فتبايعا على ذلك فقد وجب البيع. രണ്ട് ഹദീസുകൾ വായിക്കാം, രണ്ടും ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് അൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم البيعان بالخيار ما لم يتفرقا أو قال حتى يتفرقا فإن صدقا وبينا بورك لهما في بيعهما وإن كتما وكذبا محكت بركة بيعهما എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ ഖിയാറുൽ മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇദാ തബായ അർറജുലാൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ തബായ അർറജുലാൻ, രണ്ടാളുകൾ എന്ത് ചെയ്തു, കച്ചവടം നടത്തി. ഇവിടെ തബായ എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. അവിടെ ബൈഉം ഷിറാഉം, ഒരാൾ കൊടുക്കുമ്പോൾ ഒരാൾ വാങ്ങും, രണ്ടും അവിടെ ഉൾപ്പെടുന്നുണ്ട്. അത് മിൻബാബ് തഗ്ലീബ് എന്ന് പറയും, കൂടുതൽ വിൽക്കുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ആ നിലക്ക് പറയുന്നതാണ്. ഇതാ തബായ അർറജുലാൻ, രണ്ടാളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്ത്രീകളും അതിലൊക്കെ ഉൾപ്പെടുന്നതാണ്. അത് റജുലാൻ എന്നുള്ളത് പൊതുവെ കച്ചവടത്തിൽ ഏർപ്പെടുന്നത് പുരുഷന്മാരായതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് സ്ത്രീകൾ ഏർപ്പെട്ടാലും ശരി. ഇനി പറയുന്നത് കച്ചവടം മാത്രമല്ല, അത് വാടകയുടെ വിഷയത്തിലാണെങ്കിലും ശരി, എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. കേവലം കച്ചവടത്തിൽ മാത്രമല്ല. ഇപ്പോൾ വാടക, ഒരാൾക്ക് നമ്മൾ പോയിട്ട് വാടകക്ക് വീടൊക്കെ കണ്ടു, നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മളിത് വാടകയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞു, എന്നിട്ട് അയാളോട് വാക്കൊക്കെ കൊടുത്തു, പൈസ ഒക്കെ കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പ് കൊടുത്തു. നമ്മൾ അവിടുന്ന് പിരിയുന്നതിന് മുമ്പ് ഈ പറയുന്ന ഖിയാറുൽ മജ്ലിസ് ഉണ്ട്, അല്ല വേണ്ട നമ്മളിത് എടുക്കുന്നില്ല എന്നുള്ളത് പറയാം. അത് കച്ചവടത്തിൽ മാത്രമല്ല, വാടക ഈജാറിലും എല്ലാത്തിലും ഇതുണ്ട്. അതുപോലെ പുരുഷന് മാത്രമല്ല, സ്ത്രീകൾക്കും എല്ലാവർക്കും ഈ നിയമം ബാധകമുണ്ട്. ഇവിടെ പറയുന്നു ഫകുല്ലു വാഹിദിൻ മിൻഹുമാ ബിൽ ഖിയാർ, രണ്ടു കൂട്ടർക്കും അവിടെ ഖിയാറുണ്ട്. ഇനി വിറ്റ ആൾക്കും പറയാം, ഇല്ല ഞാൻ വിൽക്കണില്ല എന്ന് അയാൾക്കും തോന്നാം, ഇയാൾക്ക് ഈ പൈസ കൊടുത്തത് നഷ്ടമാണ്, എനിക്ക് വേറൊരു പാർട്ടി ഇതിനേക്കാൾ കൂടുതൽ കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാവുന്നതാണ്, അവിടുന്ന് പിരിയാവുന്നതാണ്, അയാൾക്കും കച്ചവടം ഒഴിവാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ടാളുകൾ ഈ നിലക്ക് കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ഫകുല്ലു വാഹിദിൻ മിൻഹുമാ ബിൽ ഖിയാർ, രണ്ടു കൂട്ടർക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഉണ്ട്. മാ ലം യതഫറഖ വകാന ജമീഅൻ, അവരവിടുന്ന് പിരിയുന്നത് വരെയാണ്. അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. അവിടെ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അയാൾക്ക് പിന്നീട് ഈ പറയുന്ന കാര്യമില്ല. അപ്പം കടയുടെ അകത്ത് നിന്ന് എത്ര നേരമാണോ അയാളുള്ളത് അത്രയും നേരം അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതിൽ നിന്നും തിരിഞ്ഞു പോകാനുള്ള അവസരം ഉണ്ട്. അതല്ലാതെ കച്ചവടം കഴിഞ്ഞു ഇനി തരാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ പാടില്ല. മറിച്ച് കച്ചവടം കഴിഞ്ഞാലും ശരി അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് വേണമെങ്കിൽ അത് വീണ്ടും വിചാരം നടത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പണ്ഡിതന്മാർ പറയുകയാണ്, ഇപ്പോൾ ചില സാഹചര്യങ്ങൾക്കുണ്ട്. പഴയ കാലത്തൊക്കെ കപ്പലിലും മറ്റുമൊക്കെ കച്ചവടം നടത്തുന്ന സമയത്ത് കപ്പൽ ഒരുപക്ഷെ അടുത്ത കരയിലേക്ക് എത്താൻ മാസങ്ങളോളം എത്തും. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ പിരിയുക എന്ന് പറയുന്നത് കപ്പലിൽ എവിടെയാണോ കച്ചവടമൊക്കെ നടത്തുന്ന സ്ഥലമുള്ളത് അവിടുന്ന് പിരിയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ ആ സ്ഥലത്തുനിന്ന് പൂർണ്ണമായി പിരിയുക എന്നില്ല. അതല്ലെങ്കിൽ വലിയ നീളത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെയാണ്. അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് മൊത്തമായിട്ട് അയാൾ പിരിയണം എന്ന് ഇല്ല. ആ ഒരു കടയിൽ നിന്നും അയാൾ പിരിഞ്ഞാൽ തന്നെ അത് പിരിഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയാണ്, ഫോണിലൂടെയുള്ള ചില ഇടപാടുകളുണ്ട്. ഫോണിലൂടെ ഇടപാടുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ വിളിച്ച് നമുക്കിന്ന് ഫുഡ് വേണം, ഇന്ന പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് ഫോണിലൂടെയൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, കച്ചവടം ചെയ്യാറുണ്ട്. അപ്പം അതിലുള്ള ഖിയാറുൽ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ആ ഫോൺ കട്ടാകുന്നത് വരെയാണ്. ഫോൺ കട്ടാകുന്നതിൻ്റെ അവസാനത്തിൽ വേണമെങ്കിലും വേണ്ട ഞങ്ങൾ ക്യാൻസലാക്കുകയാണ് എന്ന് പറയാം. പക്ഷെ ഫോൺ കട്ടായി കഴിഞ്ഞാൽ പിന്നീട് ഖിയാറുൽ മജ്ലിസ് ഇല്ല. പിന്നെ ഉള്ളത് പരസ്പരം തൃപ്തിപ്പെട്ടിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കച്ചവടമൊക്കെ അങ്ങനെ തന്നെയാണ്. അവിടെ പോയി നമ്മൾ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടു, ഒരു 1000 രൂപേൻ്റെ സാധനം വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ പിന്നീട് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ വേറെ വഞ്ചന ഒന്നും നടന്നിട്ടില്ല, നമുക്ക് വെറുതെ തോന്നുകയാണ് അത് വേണ്ട എന്ന് തോന്നുകയാണ് എങ്കിൽ
നമുക്ക് അയാളെ വിളിച്ച് ചോദിക്കാം. അയാൾ തൃപ്തികരമായി അയാൾ കൊണ്ടുവന്നോളൂ, കുഴപ്പമില്ല. കാരണം അയാൾ ചിലപ്പോൾ ചിന്തിക്കും ഇത് വീണ്ടും എനിക്ക് കച്ചവടമൊക്കെ കിട്ടേണ്ടതാണ്, ഇനി ഞാനിങ്ങനെ ആവശ്യത്തിന് തിരിച്ചൊക്കെ കൊടുത്താൽ അയാൾ എന്ത് വീണ്ടും വേറെ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെ ചിന്തിച്ചിട്ട് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് തിരിച്ചെടുത്തിട്ട് പൈസ കൊടുക്കാം. അതല്ലെങ്കിൽ അയാൾക്ക് ഹക്കില്ല, ഹക്ക് അതിനകത്ത് കച്ചവടം കഴിയുന്നത് വരെ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇനി എന്തിനാണ് ഇത്തരത്തിലുള്ള ഖിയാറുൽ മജ്ലിസിൽ നിന്ന് തന്നെ കച്ചവടം നമുക്ക് ഒഴിവാകാൻ അല്ലെങ്കിൽ വിറ്റത് തിരിച്ചെടുക്കാനൊക്കെ ഉള്ള അനുവാദം നൽകിയിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയാണ്, അതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ചില കാര്യത്തിന് പെട്ടെന്ന് തിരക്കൂട്ടിയിട്ട് അവർ തീരുമാനിക്കും. ചിലപ്പോൾ ഒന്ന് കാണുമ്പോൾ തന്നെ അത് വാങ്ങാം ഇത് വാങ്ങാന്നൊക്കെ പറഞ്ഞ് തിരക്കൂട്ടിയിട്ട് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ പിന്നെ ആയിരിക്കും. അപ്പോൾ അതിനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തോന്നും ഇത് വേണ്ടിയില്ലേനു എന്ന് തോന്നും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് തിരിച്ചു കൊടുത്തിട്ട് പൈസ വാങ്ങാവുന്നതാണ്, അത് അനുവാദമുണ്ട്. എന്നാൽ ഇത് ഖിയാറുൽ മജ്ലിസ് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കുറേ കാലത്ത് എപ്പം കൊണ്ടുവന്നാലും എന്ന് പറയുന്നില്ല. കാരണം എന്താ, ചില ആളുകൾക്ക് ഇങ്ങനെ വെറുതെ വേണ്ടാത്ത ശക്തി ഉണ്ടാവും. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ തോന്നും ഇത് കൊടുത്തേക്കാമെന്ന് പറയും. അത് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലാണ് ഇതിന്റെ നിയമം വെച്ചിട്ടുള്ളത്. അവർക്ക് അവിടുന്ന് പിരിയുന്നത് വരെയുള്ള സമയത്ത് വേണമെങ്കിൽ ചിന്തിച്ച് എന്ത് ചെയ്യാം, കച്ചവടം ഒഴിവാക്കുകയോ അതല്ലെങ്കിൽ തുടരുകയോ ഒക്കെ ചെയ്യാം. പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രണ്ടു കൂട്ടരുടെ തൃപ്തി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാമെന്നല്ലാതെ എന്തില്ല, നിബന്ധനയില്ല എന്നാണ് സഹോദരങ്ങളെ പറയുന്നത്. എന്നാൽ ഇവിടെ ഹദീസിന്റെ അവസാനത്തിൽ കാണാം ഔ യുഖയ്യറ അഹദുഹുമാ അൽ ആഖർ. തുടക്കത്തിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, നമുക്ക് ഖിയാർ ഉണ്ടാവില്ല കേട്ടോ, ഇത് തിരിച്ചെടുക്കാനുള്ള അവസരം ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അതിൽ ഓക്കെ ആണെങ്കിൽ പിന്നീട് അയാൾക്ക് ഖിയാറുൽ മജ്ലിസ് ഇല്ല. അപ്പൊ കടയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അയാൾ പറയാണ് ഇത് എടുത്തോളൂ, പക്ഷേ കച്ചവടം കഴിഞ്ഞാൽ പിന്നീട് ഞാൻ തിരിച്ചു തരില്ല എന്ന് രണ്ടുപേരും പറഞ്ഞ് അവരതിന് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് കടയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഇയാൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അത് ആ ഒരു പാടില്ല. അതല്ലെങ്കിൽ ഉറുഫിൽ വളരെ വ്യക്തമാണ്, ഇത് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കുകയില്ല എന്ന് ആ നാട്ടു നടപ്പിനനുസരിച്ച് വളരെ വ്യക്തമാണെങ്കിൽ അവിടെയും തിരിച്ചെടുക്കുന്ന സമ്പ്രദായം പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഭക്ഷണം ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്ത് അത് ടേബിളിലെത്തി, അപ്പോൾ ആ സമയത്ത് അയാൾ പറയാണ് എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് അനുവദനീയമല്ല, അയാൾക്ക് തിരിച്ചു കിട്ടൂല. കാരണം നാട്ടിൽ വ്യക്തമാണ്, ഒരാൾ ഹോട്ടൽ ഭക്ഷണം അവിടെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കച്ചവടം വേണ്ട എന്ന് പറയൽ നമ്മൾ നാട്ടു നടപ്പിന് എതിരാണല്ലോ, പൊതുവെ ലോകത്തെവിടെയും എതിരാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ എനിക്ക് ഇതിന്റെ പൈസ വേണം, അതല്ലെങ്കിൽ ഞാനിതിന്റെ പണം അടക്കുകയില്ല എന്ന് ഓർഡർ ചെയ്ത ആൾ പറയാൻ പാടില്ല. കാരണം അത് കച്ചവടക്കാരൻ നഷ്ടമാണ്. കാരണം അയാൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നതാണ്. ഉണ്ടാക്കി കഴിഞ്ഞ് മേശത്ത് എത്തിയതിന് ശേഷം എനിക്കിത് വേണ്ട, ഞാനിത് ഇന്ന് ഇത് വാങ്ങുന്നില്ല, ഇന്ന് എനിക്ക് ബിരിയാണി വേണ്ട, ഞാനിന്ന് പൊറോട്ട മതി എന്ന് പറഞ്ഞാൽ അയാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം നമുക്കത് മടക്കാൻ അനുവാദമില്ല. എന്നാൽ ഹോട്ടലുകാരന് തീരുമാനിക്കാം, അയാളുടെ തൃപ്തിക്ക് അനുസരിച്ചിട്ട് കുഴപ്പമില്ല ഞങ്ങൾ ഇത് എടുത്തോണ്ട്. കാരണം അയാൾ ചിന്തിക്കും ഞാൻ അങ്ങനെ തിരിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും ഒക്കെ വരും എന്ന രൂപത്തിൽ അയാളുടെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച നൽകിയിട്ട് അത് അനുവാദമുണ്ട്. അതല്ല എങ്കിൽ എന്തില്ല, ഹക്കില്ല. അതല്ല എങ്കിൽ ഹക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും അതിൽ ചെയ്തിട്ട് ഫതബായ അലാ ദാലിക്, അതിൽ അവർ രണ്ടുപേരും കച്ചവടത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് വജബൽ ബൈഅ, ആ നേരം ആ സമയത്ത് കച്ചവടം നിർബന്ധമായി, പിന്നെ എനിക്ക് കച്ചവടം വേണ്ട എന്ന് പറയരുത് എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ അസ്സല് നമുക്ക് ഖിയാറുൽ മജ്ലിസുണ്ട്, പക്ഷെ കച്ചവടം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ഇല്ല ഇതിന് ഖിയാർ ഉണ്ടാവില്ല, നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ഇല്ലാത്തതാണ്, റിട്ടേൺ പോളിസി അവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക, അത് തിരിച്ചെടുക്കാനുള്ള വകുപ്പില്ല. ഇത് നമ്മൾ പറയുന്നത് പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയമല്ല, അത് വേറെ ഖിയാറാണ്. അത് ഖിയാർ തദ്ലീസ്, ഖിയാറുൽ ഗബൻ എന്ന് പറഞ്ഞിട്ട് വേറെ ടൈപ്പ് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആദ്യ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ വിചാരിച്ച പോലത്തെ പ്രൊഡക്റ്റ് അല്ല അത്. വീട്ടിൽ പോയി തുറന്നു നോക്കിയപ്പോഴാണ് അത് ജപ്പാന്റെ സാധനം എന്ന് പറഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ ചൈനയാണ്, അതല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇന്നതാണ്. അത് തട്ടിപ്പാണ്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും പോയി അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതെങ്ങനെ പറ്റുക, അത് ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ, മഹ്കമ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഹക്കുണ്ട്, നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റും. നമ്മളെ നാട്ടിൽ അത്രയില്ല. നമ്മുടെ നാട്ടിൽ കൺസ്യൂമർ കോർട്ടും മറ്റുമൊക്കെ ആണുള്ളത്. അത്ര അനുവദനീയമായ കാര്യമാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് അത്തരം കാര്യങ്ങൾ നമുക്ക് സമീപിക്കാമെന്ന് മാത്രം. അതല്ല അങ്ങനെ യാതൊരു ബില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, അയാൾ തോന്നിയ ദിവസം കളിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വകുപ്പൊന്നുമില്ല. അയാൾ പറയണില്ല ഞാൻ തിരിച്ചു തരൊന്നുമില്ല, ഇതെൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതല്ല എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കട്ടെ എന്നാണ് പറയുന്നത്. നമ്മൾ ദീനിന്റെ നിയമമാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്താണെങ്കിൽ അവൻ മഹ്കമയിൽ പോയിട്ട് പറയാം ഞാനിതാ ഇന്ന പ്രൊഡക്റ്റ് വാങ്ങി, ഇതാ ബില്ല് കണ്ടില്ലേ, പക്ഷേ ഈ വസ്തു ഇന്നതാണ് എന്ന് പറഞ്ഞാൽ കോടതി എന്ത് ചെയ്യും, ഇടപെട്ടിട്ട് അയാൾ അത് തിരിച്ചു ശരിയായത് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ പണം കൊടുക്കാനോ
അതുപോലെ അയാൾക്കുള്ള ഫൈനും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരം ബൈഇന്റെയും മറ്റ് ഇസ്ലാമിന്റെ ഈ രൂപത്തിൽ ഇടപാടുകളുടെ നിയമങ്ങളൊക്കെ പറയുമ്പോൾ ദീനിന്റെ നിയമമാണ്. അത് പാലിക്കാത്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റമുണ്ട്. ദുനിയാവിൽ ഇസ്ലാമിക ഭരണമുള്ളിടത്ത് അത് നടപ്പിൽ വരികയും ചെയ്യും. അതല്ലാത്ത നാടുകളിൽ ചിലപ്പോൾ ആ നാട്ടിലുള്ള നിയമത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഹദീസിൽ വന്നത് അൽ ബയ്യാനു ബിൽ ഖിയാരി മാ ലം യതഫറഖ ഔ ഖാല ഹത്താ യതഫറഖ. സമാനമായ വിഷയമാണ്. കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഖിയാറിനുള്ള അവസരമുണ്ട്. മാ ലം യതഫറഖ, അവർ അവിടെ നിന്നും ശരീരം കൊണ്ട് പിരിഞ്ഞു പോകുന്നത് വരെ, അല്ലെങ്കിൽ ഹത്താ യതഫറഖ, പിരിഞ്ഞു പോകുവോളം എന്നാണ് ഉള്ളത്. ഇദ്ദേഹം രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ കൊടുക്കാൻ കാരണം പണ്ഡിതന്മാർ പറയാണ്, ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒറ്റ ഹദീസ് മാത്രമല്ല, മറിച്ച് രണ്ടാമത്തെ ഹദീസ് വേറെയും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാരണം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. കാരണം ചില ഫുഖഹാക്കൾ, പൊതുവെ ഹനഫി മദ്ഹബുകളിലൊക്കെ ഇത് ആഹാദായ ഹദീസാണ്, ഇത് ഒറ്റപ്പെട്ട ഹദീസാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഖിയാറുൽ മജ്ലിസിനെ തന്നെ ഇല്ല എന്ന് പറയുന്നവരാണ്. മാലിക്കി മദ്ഹബിന്റെ ഒരു പക്ഷവും അങ്ങനെ തന്നെയാണ്. ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുന്ന വിഷയമില്ല. എന്നാൽ ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും അത് അംഗീകരിക്കുന്നതാണ്. മറ്റു രണ്ട് മദ്ഹബുകളിൽ അവർ ഖിയാറുൽ മജ്ലിസിലില്ല, കച്ചവടം കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്, പിന്നീട് റിട്ടേൺ പോളിസി ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സ്വഹീഹായ രണ്ട് ഹദീസുകൾ അദ്ദേഹം എടുത്തു കൊടുത്തിരിക്കുന്നു. ആ രണ്ട് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? അൽ ബൈആനു ബിൽ ഖിയാരി മാ ലം യതഫറഖ, അവിടുന്ന് പിരിയുവോളം എന്തുണ്ട്, അവർക്ക് ഖിയാറിനുള്ള അവസരമുണ്ട്. ഒരു കാരണവും വേണ്ട. അവർ ചോദിക്കുന്ന ഒരു കാരണം, എനിക്ക് വേണ്ട, അത്രേ ഉള്ളൂ. അതാണ് ഖിയാറുൽ മജ്ലിസ് എന്ന് പറയുന്നത്. മറ്റതിന് കാരണമുണ്ട്. ഖിയാറുൽ ഗബ്നാണെങ്കിലോ അതല്ലെങ്കിൽ തദ്ലീസ് ആണെങ്കിലോ ഇതിന്ന പ്രശ്നമുണ്ട്. കാറ് 1,00,000 കിലോമീറ്റർ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ശരിക്കും പോയി നോക്കിയപ്പോൾ, കമ്പനിയിലൊക്കെ പോയി നോക്കിയപ്പോൾ ഇതിന് 2 ലക്ഷം ഓടിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ കാർ എന്നാണ്, കേരള കാർ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് മാറ്റിയതാണ്. നമ്മളോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് തദ്ലീസാണ്. അത് എത്ര 1 മാസം കഴിഞ്ഞിട്ടോ 2 മാസം കഴിഞ്ഞിട്ടോ അറിഞ്ഞാൽ പോലും നമുക്ക് കൊടുത്ത് പൈസ തിരിച്ചു വാങ്ങാനുള്ള ഹക്ക് ദീൻ ഇസ്ലാമിലുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ അടുത്ത് നമ്മൾ വാങ്ങിയതാണെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ പേടിയില്ലാത്ത, ദീനിനെ കുറിച്ചിട്ട് അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ തന്നോളന്നില്ല. അപ്പോൾ അവർക്ക് നമുക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഈ പണം നിങ്ങൾക്ക് ഹലാലാവുകയില്ല, നിങ്ങൾ ഇന്നതെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷെ ഇത് മൊത്തത്തിൽ ആക്സിഡന്റ് ആയി ടോട്ടൽ ലോസായ വണ്ടിയാണ്, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായ വണ്ടിയാണ്, നിങ്ങൾ നല്ല വണ്ടിയാണ്, നല്ലതാണ് എന്ന് പറഞ്ഞാണ് വിറ്റത്, എനിക്കിതിനുള്ള ഹക്കുണ്ട്. ഇത് തദ്ലീസ് അവിടെ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വഞ്ചന അതിൽ നടന്നിട്ടുണ്ട്. ചിലത് നിങ്ങൾ പൂഴ്ത്തി വെച്ചിട്ട് വഞ്ചിച്ചിട്ട്, ഇപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മേലെ നല്ലൊരു പെയിൻ്റൊക്കെ അടിച്ച് പുതിയ വണ്ടി പോലെയൊക്കെ ആക്കും, ചിലപ്പോൾ പഴയ വണ്ടിയൊക്കെ ആയിരിക്കും. അങ്ങനെ സാധുക്കളൊക്കെ പറ്റിക്കും. അപ്പോൾ അതിനൊന്നും ദീനുൽ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പൂർണ്ണമായ ഹക്കുകളെല്ലാം കൃത്യമായി നിറവേറ്റപ്പെടാനുള്ള നിയമങ്ങൾ ഇതിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് പരിപൂർണമായ ദീനാണ്. ഇതിന് ഒരു വിഷയത്തിലും നമുക്ക് മറ്റൊരു നിയമത്തിൻ്റെയോ മറ്റൊരു അഭിപ്രായത്തിൻ്റെയോ ആവശ്യമില്ല. മുഴുവൻ ഈ ദീനിൽ, ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള മുഴുവൻ നിയമങ്ങളും ഈ ദീനിൻ്റെ അകത്ത് തന്നെ ഉണ്ട് എന്നാണ്. എന്നിട്ട് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഏർപ്പെടുന്ന കച്ചവടക്കാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന നസീഹത്ത്, ഫഇൻ സദഖ, കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫഇൻ സദഖ, ഇവർ രണ്ടുപേരും സത്യം പറയുകയാണെങ്കിൽ, സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ, വബയ്യിന, വിൽക്കുന്ന സമയത്തെ കാര്യങ്ങൾ വ്യക്തമായി പറയുകയാണ് എങ്കിൽ, ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ ബൈഇൽ, കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും എന്നാണ് പറയുന്നത്. അപ്പോൾ ബറക്കത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് വലിയൊരു കാര്യമാണ്. കാരണം സമ്പത്ത് ഒരുപാട് ഉണ്ടാകുക എന്നുള്ളതിലല്ല കാര്യം, അതിൽ ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരാൾ മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു, 10 ലക്ഷം ഒരാൾക്ക് വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക, വേറൊരാൾക്ക് ചിലപ്പോൾ ഒരു 50,000 വരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ലക്ഷം ഉള്ളവന് ബറക്കത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇവന്റെ ചെലവുകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ഇവന് മനസ്സിലാവാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. അത്രയും ചെലവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, പല രൂപത്തിൽ, രോഗങ്ങളായിട്ട്, പ്രയാസങ്ങളായിട്ട്, ബുദ്ധിമുട്ടുകളായിട്ട്. അങ്ങനെ ബറക്കത്തില്ലെങ്കിൽ അത് എങ്ങനെയാണ് തീർന്നു പോകുന്നത് എന്ന് അവനറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബറക്കത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വേണ്ട ഉപകാരം അവന് ദുനിയാവിൽ പോലും കിട്ടുകയില്ല. പരലോകത്ത് എന്തായാലും ഇല്ല, ദുനിയാവിൽ പോലും അവന് വേണ്ട ഉപകാരം കിട്ടുകയില്ല. എന്നാൽ ഈ 50,000 ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച ഒരാളാണെങ്കിലോ, അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് കൊടുത്താൽ അവന്റെ എല്ലാ ആവശ്യവും അല്ലാഹു തആല അതുകൊണ്ട് തീർത്തു കൊടുക്കും, അവന് വലിയ ഖൈറുണ്ടാകും. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സമ്പത്തിൽ ബറക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒരാളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകുക എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അതിൽ നമുക്ക് അത് കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുക എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ആ കച്ചവടത്തിൽ ലാഭം ഉണ്ടാകുക എന്നുള്ളതാണ്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ അത് ലാഭം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബറക്കത്തിന്റെ ലക്ഷണമാണ്.
എന്നാൽ ഇവിടെ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, ഫുഖഹാക്കൾ ലാഭമുണ്ടാക്കുക എന്ന് വലിയ ലാഭം ഉണ്ടാക്കുക എന്നല്ല, ഒരു ചെറിയൊരു ലാഭം ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ കച്ചവടത്തിൽ ബറക്കത്തുണ്ട് എന്നറിയിക്കുന്ന കാര്യം ഒന്നതാണ്. അയാൾക്ക് ചെറിയൊരു ലാഭം അതിൽ വരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അതിലൊരു ബറക്കത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണത്. രണ്ടാമത്തെ കാര്യം ഫി ബറക്കത്തിൽ ബൈഇ ഖാലു, ഫുഖഹാക്കൾ പറയുന്നു അല്ലാ യുശ്ഗിലൽ ബൈഉ അൻ മഅന ശർഈ, ഈ ബൈഅ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ഇബാദത്തുകളിൽ നിന്നും ഇവനെ തടയുകയില്ല. അത് ബറക്കത്തിന്റെ അടയാളമാണ്. ഒരാളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടെങ്കിൽ, കച്ചവടത്തിൽ ബറക്കത്തുണ്ടെങ്കിൽ, ഈ കച്ചവടം ഒരിക്കലും അവനെ നിസ്കാരത്തിൽ നിന്നോ ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് അത് സക്കാത്തായി കൊടുക്കുന്നതിൽ നിന്നോ അതേപോലെ സാധുക്കൾക്ക് സദഖകൾ മറ്റും കൊടുക്കുന്നതിൽ നിന്നോ അങ്ങനെയുള്ള പുണ്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഇവനെ വ്യാപൃതനാക്കി കളയാത്തതായിരിക്കും ബറക്കത്തുള്ള കച്ചവടം എന്ന് പറയുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാൻ വലിദാലിക മൻ കാന സാദിഖൻ ഫീ ബൈഇഹി മുബാറകൻ ലഹു ഫീഹി ഫഇന്നഹു തജിദുഹു മിൻ അക്മലിൻ നാസി ഹർസൻ അലാ അദാഇൽ വാജിബാതി മിനൽ സകാത്തി വഅദാഇഹ വസ്സലാത്തി വഗൈരിഹാ മിനൽ വാജിബാത്ത്. അതുകൊണ്ട് തന്നെ ഒരാൾ നല്ല സത്യസന്ധതയോടുകൂടി കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അള്ളാഹുവിന്റെ വാജിബാത്തുകൾ, നിർബന്ധ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് നിസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, അതേപോലെ എന്തെല്ലാം അള്ളാഹു തആല വാജിബാക്കിയിട്ടുണ്ടോ, ഉമ്മയോടുള്ള ബാധ്യതയാകട്ടെ, ഉപ്പയോടുള്ള ബാധ്യതയാകട്ടെ, മാതാപിതാക്കളുടെ ബാധ്യതയാകട്ടെ, അങ്ങനെ എന്തെല്ലാം വാജിബാത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടോ ഫലാ യുശ്ഗിൽഹു ബൈഉഹു വശിറാഉഹു അൻ ഇബാദാതിഹി, അവന്റെ ഇബാദത്തിൽ നിന്നും അവന്റെ കൊടുക്കൽ വാങ്ങൽ എന്ത് ചെയ്യില്ല, അവൻ തെറ്റിച്ചു കളയില്ല. അത് ബറക്കത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഒരാൾക്ക് ബറക്കത്തില്ലെങ്കിൽ തിരിച്ചേരിക്കുണ്ടാവുക. ഈ കച്ചവടത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ട് മര്യാദയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കച്ചവടക്കാർക്ക് ഈ കച്ചവടം കൊണ്ട് അവരുടെ നിസ്കാരം മര്യാദയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ, സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ, മാതാപിതാക്കളുടെ ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതേപോലെ മക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭാര്യയോടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല, ഒന്നും കച്ചവടം നട്ട് തിരക്കാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, നിന്റെ കച്ചവടത്തിൽ ബറക്കത്തില്ല. കച്ചവടത്തിൽ ബറക്കത്തില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് വാജിബായ കാര്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മൂന്നാമത്തെ കാര്യം അന്ന സമറത ഹാദൽ ബൈഇ വഹുവ റിബ്ഹു യസ്തഖ്ദിമുഹു സാഹിബുഹു ഫി ത്വാഅ, അവൻ ഈ കിട്ടുന്ന ലാഭം അത് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിലൊക്കെ ഉപയോഗിക്കാനുള്ളൊരു തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അതിൽപ്പെട്ടതാണ് കുടുംബബന്ധം ചേർക്കുക പോലെയുള്ള കാര്യം, സിലത്തുർ റഹിം പോലെയുള്ള കാര്യം. അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് മസ്ജിദിന് വേണ്ടി ചെലവഴിക്കുക, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ചെലവഴിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബറക്കത്തുള്ള കച്ചവടം എന്നാണ്. അത് ബറക്കത്തുള്ള കച്ചവടമാണ്. നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ആ ദീനിന് വേണ്ടി, സമ്പത്തിന്റെ ഉദ്ദേശം തന്നെ സഹോദരങ്ങൾ എന്താണ്, അത് നല്ല രീതിയിൽ നല്ല നീയത്തുണ്ടെങ്കിൽ ഈ കച്ചവടം ചെയ്യുന്ന സമയമൊക്കെ പ്രതിഫലാർഹമായ സമയമാക്കി ഒരാൾക്ക് മാറ്റാം. ഒരാൾ രാവിലെ അങ്ങാടിയിലേക്ക് കച്ചവട സാധനമായി പുറപ്പെടുന്ന സമയത്ത് അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എനിക്കൊരു ഇജ്ജത്ത് വേണം, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാകരുത്, ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത് എൻ്റെ കാര്യം ആദ്യം നോക്കാനാണ്, അതേപോലെ എൻ്റെ കുടുംബത്തിന്, അതൊക്കെ അയാൾക്ക് സ്വതക്ക കിട്ടുന്ന കാര്യമാണ്, അതേപോലെ തന്നെ ഇതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഒരാൾ നീയത്തെങ്കിൽ, കച്ചവടത്തിൽ പണമുണ്ടാക്കുന്നതെങ്കിൽ അത് തെറ്റുള്ള കാര്യമല്ല. ഒരാൾക്ക് എത്ര വേണമെങ്കിലും കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാം. അയാൾ അള്ളാഹുവിന്റെ വാജിബായ കാര്യങ്ങളിൽ നിന്നൊന്നും വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ അയാൾ ഈ പറയുന്ന നീയത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പരിശ്രമമൊക്കെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഇസ്ലാം ഒരിക്കലും കച്ചവടം ചെയ്യുന്നവരെയോ നല്ല നല്ല ലാഭമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെയോ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, മറിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇസ്ലാമിൽ ഒരുപാട് ഖിദ്മത്തുകൾ ഇത്തരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്നും അതിന്റെ ആദ്യകാലം മുതൽക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. അല്ലെ, സ്വഹാബികളായ വമ്പിച്ച കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിന് വേണ്ടി നേടിക്കൊടുത്ത ഖിദ്മത്തുകൾ അത് എണ്ണിത്തിട്ടപ്പെടുന്നതിലപ്പുറമാണ്, അത്രയും അത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കച്ചവടം നല്ല നിലക്കാണെങ്കിൽ അത് വലിയ ഖൈറുണ്ടാകും. അത് ബറക്കത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അതേപോലെ ദീനിന്റെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, അത് പുറമേയുള്ള മുത്തഅദ്ദിയായ നഫ്അ് മാത്രമല്ല, അതോ മസ്ജിദ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് സ്വന്തം കുടുംബ ബന്ധം ചേർക്കുക, അതൊക്കെ അവനവന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അതിലൊക്കെ ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. നാലാമത്തെ കാര്യം, ബറക്കത്തുള്ള സമ്പത്താണെങ്കിൽ അന്ന അസറഹു അലൽ ബദനി യകൂനു അഅളം, അത് സ്വന്തം ശരീരത്തിൽ തന്നെ അതിന്റെ സ്വാധീനം അത് വലുതാണ്. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏതൊരു ശരീരവും അത് വളരുന്നത് ഹറാമായ സമ്പാദ്യത്തിലൂടെയാണെങ്കിൽ നരകമാണ് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹറാമായ സമ്പാദ്യമാണ് എങ്കിൽ, ബറക്കത്തില്ലാത്തതാണ് എങ്കിൽ, സഹോദരങ്ങളെ,
അത് അവന്റെ ശരീരത്തിനെ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതുപോലെ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ജനങ്ങളെ, അല്ലാഹു ത്വയ്യിബാൻ, വിശിഷ്ടനായവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. ത്വയ്യിബല്ലാത്ത ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല, വിശിഷ്ടമല്ലാത്ത ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ തആല അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹി അൽ മുർസലീൻ. തീർച്ചയായും അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് മുർസലീങ്ങളോട്, അവന്റെ അമ്പിയാക്കളോട് കൽപ്പിച്ച കാര്യം തന്നെയാണ്. ഫഖാൽ യാ അയ്യുഹർ റുസുൽ കുലു മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹ ഇന്നി ബിമാ തഅമലൂന അലീം. അല്ലയോ അല്ലാഹുവിന്റെ റസൂലുകളെ, കുലു മിനത് ത്വയ്യിബ, നിങ്ങൾ ഹലാലായത്, ത്വയ്യിബായത്, വിശിഷ്ടമായത് കഴിക്കണം. വഅമലു സ്വാലിഹ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നി ബിമാ തഅമലൂന അലീം, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുലു മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വിശിഷ്ടമായത് കഴിക്കണം. മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് ഉപജീവനം നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹലാലായത് കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കച്ചവടത്തിൽ ഹറാമുകൾ ഉണ്ടാകുന്ന, ഇടപാടുകളിൽ ഹറാം ഉണ്ടാകുന്ന ആളുകൾക്ക് അതിന് സാധിക്കുകയില്ല. അവർ ശേഷം പറയുന്നത് വഅമലു സാലിഹ എന്നാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് പോലും ഹറാമായ സമ്പാദ്യമാണ് എങ്കിൽ അത് പ്രയാസമുണ്ടാക്കും എന്ന് പണ്ഡിതന്മാർ പറയാം. പിന്നീട് ഈ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, സുമ്മ ദക്കറ റജുൽ, ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യുതീലു സഫർ, ദീർഘമായി യാത്ര ചെയ്തൊരു വ്യക്തിയാണ്. അശ്അസ അഗ്ബർ, അവന്റെ മുടിയും ശരീരവുമൊക്കെ മുടി ജടകുത്തിയിട്ടുണ്ട്, ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമ, ആകാശത്ത് കരങ്ങൾ ഉയർത്തി അവൻ പറയുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബ്. അവൻ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയുന്നുണ്ട്. അവനെക്കുറിച്ച് പറയപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉദാഹരണങ്ങൾ, അവന്റെ ഈ രൂപം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ സമ്മേളിച്ചിട്ടുള്ളതാണ്. ദീർഘമായ യാത്ര തന്നെ പ്രയാസമുണ്ടാക്കുന്നതാണ്. യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് വന്നിട്ടുണ്ട്. അതിന്റെ തഅബ് കൂടുമ്പോൾ, അഥവാ ക്ഷീണം കൂടുമ്പോൾ അത്രയും സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തേത്, അവന്റെ രൂപം യാത്രയുടെ പ്രയാസം കാരണത്താൽ, അതല്ലെങ്കിൽ ദരിദ്രനാണ്, ആ കാരണത്താൽ അവന്റെ ശരീരം അസകലം പൊടി പുരണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എണ്ണ തേക്കാൻ പോലും പണമില്ലാത്തവനായിരിക്കാം, അങ്ങനെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അവന്റെ മുടി ജടകുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനയ്ക്ക്, ദുആക്ക് ഉത്തരം സ്വീകരിക്കാനുള്ള ഒരു കാര്യമാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങൾ ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്, ഇൽഹാഹ് നടത്തുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതകളൊക്കെ അവനിൽ സമ്മേളിച്ചിട്ടുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം, അവന്റെ സമ്പാദ്യം അത് ഹറാമായതിനാൽ അവന്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവന്റെ സമ്പാദ്യം ഹറാമായതിനാൽ അവൻ കുടിക്കുന്നതൊക്കെ ഹറാമാണ്. ഇതിനർത്ഥം അവൻ കള്ളു കുടിച്ചവനാണ് എന്നല്ല, മറിച്ച് ഹറാമായ സമ്പാദ്യത്തിലൂടെ അവൻ പാല് കുടിച്ചാലും വമശ്റബുഹു ഹറാം, അവൻ കുടിച്ചത് ഹറാമാണെന്നാണ് പറയുക. വമൽബസുഹു ഹറാം, നിഷിദ്ധമായതാണ് അവൻ ധരിച്ചത് എന്നാണ്. ഇതിനർത്ഥം അവൻ പട്ടുവസ്ത്രം ധരിച്ചു എന്നല്ല, മറിച്ച് അതും അതിലുൾപ്പെടും. അവൻ ഹറാമായ സമ്പാദ്യം കൊണ്ട് അതല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചാലും അതും ഉൾപ്പെടും. വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്, എല്ലാം ഹറാമിലാണ് അവനുള്ളത്. ഫഅന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക? വിദൂര സാധ്യതയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഒരാളുടെ സമ്പത്തിൽ, ഒരാളുടെ കച്ചവടത്തിൽ ബറക്കത്ത് ഉള്ളതിന്റെ ലക്ഷണമാണ് എന്ത്? അതവന്റെ ദുആയിലും ഇബാദത്തിലും അള്ളാഹുലേക്ക് അടുക്കുന്നതിലുമൊക്കെ വലിയൊരു തഅ്സീർ, സ്വാധീനം അതിലുണ്ടാകുക എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ ഒരാളുടെ കച്ചവടത്തിലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? അവന്റെ കച്ചവടത്തിൽ ബറക്കത്തുള്ള കച്ചവടമായി മാറും. ഇവിടെ പറഞ്ഞത് അവൻ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എങ്കിൽ അവന്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും എന്നുകൂടിയാണ്. സഹോദരങ്ങളെ, സത്യസന്ധത എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ബറക്കത്തുണ്ടാകാനുള്ള വലിയൊരു കാര്യമാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അങ്ങനെ സത്യസന്ധമായി അതിൻ്റെ പ്രശ്നങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഒരാൾ വിൽക്കുകയാണ് എങ്കിൽ അതിൽ വലിയ ബറക്കത്തുണ്ടാകും. ആളുകൾ എന്തിനാണ് പലതും മൂടി വെച്ചിട്ട് വിൽക്കുന്നത്? കാരണം അങ്ങനെ മൂടി വെച്ചാൽ അതിൻ്റെ കിട്ടുന്ന പ്രോഫിറ്റ് കുറഞ്ഞു, എനിക്ക് ഇത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റൂല, ഇന്നിറങ്ങിയ മീനാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിലക്ക് വിൽക്കാൻ പറ്റുള്ളൂ, ഇതല്പം പഴക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിലക്ക് വിൽക്കാൻ പറ്റൂല, അപ്പം എൻ്റെ ലാഭം കുറഞ്ഞു പോകുന്നതാണ് വിചാരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകേണ്ടത്, അള്ളാഹുവാണ് ബറക്കത്ത് നൽകേണ്ടത്. അത് അവൻ കൂടുതൽ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ദുനിയാവിൽ പോലും അതവൻ ലഭിക്കുന്നില്ല എന്നാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് ഒരുപാട് ചെലവുകൾ ഉണ്ടാക്കി കൊടുക്കും. അവനെ ഭയപ്പെടട്ടെ. ആ രൂപത്തിൽ സമ്പത്ത് ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഭയപ്പെടട്ടെ. ആ സമ്പത്ത് ദുനിയാവിൽ പോലും അവന് ഉപകരിക്കുകയില്ല എന്നുള്ള കാര്യം, പരലോകത്തെത്തിയാലുള്ള ചോദ്യം അത് വേറെയുമാണ് എന്നുള്ളത് അവർ ഭയപ്പെടേണ്ടതുണ്ട്. അതുപോലെ സത്യസന്ധമായ ആളുകൾക്ക് ഒരുപാട് ഖൈറുകൾ ഉണ്ടാകും. അവരുടെ
സംസാരത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ അവൻ കാണുന്ന സ്വപ്നങ്ങൾ പോലും സത്യസന്ധമായതായിരിക്കുമെന്നാണ്. അസ്ദഖുക്കും റുഅ്യ അസ്ദഖുക്കും ഹദീസ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നന്നായി സത്യസന്ധതയോടുകൂടി സംസാരിക്കുന്നവരാണ് അവരുടെ സ്വപ്നങ്ങൾ പോലും ഏറ്റവും സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണുന്നത് എന്ന് സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യസന്ധത പാലിക്കുക എന്നുള്ളത് വളരെ ഹൈറായ ബറക്കത്ത് കിട്ടുന്ന, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടുന്ന കാര്യമാണ് എന്ന് ഇവിടെ അറിയിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിന് നേരെ തിരിച്ചുള്ളത് പറഞ്ഞു, വഇൻ കതമ വകദബ മുഹിക്കത് ബറകതു ബൈഇഹിമാ. അവർ കെത്മ് കാണിച്ചാൽ, കിത്മാൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യലാണ്? ഉള്ള കാര്യത്തിനെ വേറൊരു രൂപത്തിൽ ചിലതൊക്കെ മറച്ചു വെച്ചിട്ട് പറയുക എന്നുള്ളതാണ്. പൂർണ്ണമായി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ആ വകദബ, കെദിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിലാഫ്, ഉള്ളതിനേക്കാൾ എതിരായിട്ട് പറഞ്ഞു കൊടുക്കുക, ആ രൂപത്തിൽ പറയാം. മറ്റേത് ചിലത് കുറച്ച് മറച്ചു വെക്കുകയുള്ളൂ, അത് കളവിന്റെ വേറൊരു ഇനാണ്. അത് എല്ലാ കുറവുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പറയില്ല, അത് മറച്ചു വെച്ചിട്ട് പറയും. ആ കുറവുകൾ മറച്ചു വെച്ചിട്ട് കാണിക്കാത്ത രൂപത്തിൽ, അത് കളവിന്റെ വേറൊരു ഇനമാണ്. കളവെന്ന് പറയുന്നത് നമ്മൾ നാവ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മളത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അത് കളവ് പറയും. മുഹിക്കത്ത് ബറക്കത്തു ബൈഇഹിമാ. അവർ രണ്ടുപേരുടെയും കച്ചവടത്തിന്റെ ബറക്കത്ത് ഇല്ലാതാകും. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് രണ്ടുപേരും ഈ കളവിലോ രണ്ടുപേരും ഈ വഞ്ചനയിലോ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടേതും അങ്ങനെയാകും. അല്ല ഒരാളാണ് അതിലേർപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അയാളുടെ ഭാഗത്തായിരിക്കും ബറക്കത്ത് നഷ്ടപ്പെടുക എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം കിതാബുൽ ബൈഇലെ അടുത്ത അധ്യായമാണ്. അത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദേഹം പറയുന്നു, ബാബു മാ നുഹിയ അൻഹു മിനൽ ബുയൂഇൽ, കച്ചവടത്തിൽ നിഷിദ്ധമായിട്ടുള്ള അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു, കച്ചവടത്തിൽ അത് മൻഹിയായ നിഷിദ്ധമാക്കപ്പെടുന്ന കച്ചവടം രണ്ടിനമുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ ഹക്കിൽ വരുത്തുന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിഷിദ്ധമാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ വസ്തുക്കൾ അത് വിൽക്കുക വഴി അത് നിഷിദ്ധമാകും. അതേപോലെ റിബ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതാണ്, അത് മുഖേന നിഷിദ്ധമാകുന്ന കാര്യമാണ്. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയത് അടിമകളോടുള്ള വഞ്ചനയും മറ്റുമാക്കിയത് അടിമകളോട് ഹക്ക് പുലർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽപ്പെട്ടതാണ് ബൈഉൽ ഗററൊക്കെ, അതായത് വഞ്ചന, അതിൽ യഥാർത്ഥ രൂപത്തിൽ കാണിക്കാത്തതൊക്കെ അടിമകളോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ രണ്ട് രൂപത്തിലാണെങ്കിലും ശരി അത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. അതിലൊന്നാമതായി കൊടുത്തിട്ടുള്ള ഹദീസ് നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അനിൽ മുനാബദ വഹിയ തർഹു റജുലി സൗബഹു ബിൽ ബൈഇ ഇല റജുലി ഖബ്ല യുഖല്ലിബഹു ഔ യൻദുറ ഇലൈഹി വനഹ അനിൽ മുലാമസ വൽ മുലാമസതു ലംസു സൗബി ലാ യൻദുറു ഇലൈഹി. എന്താണ് സഹോദരങ്ങളെ? രണ്ട് രൂപത്തിലുള്ള കച്ചവടങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മുനാബദയാണ്, രണ്ട് മുലാമസയാണ്. രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ള ഒരു കച്ചവട രീതിയാണ്. എന്താണത് എന്നുള്ളത് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അല്ലേ എന്നുള്ളത് ഫുഖാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് മുദ്റജാണ് എന്ന് തന്നെയാണ്. ബഹുഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് പറയുന്നത്, മുദ്റജാണ്, അഥവാ റാവിമാരിൽപ്പെട്ട ആരോ ഒരാൾ അതിനെ വിശദീകരിച്ചതാണ്. അതിനാണ് മുദ്റജായ ഭാഗം എന്ന് പറയുന്നത്. അത് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ അതിന്റെ ഒരു നിർവചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. മുദ്റജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണം ചിലപ്പോൾ എന്തെയും സഹാബി ചിലപ്പോൾ പറയും, അത് സഹാബിയുടെ വാക്കാണ് എന്ന് സഹാബി പറഞ്ഞിട്ടും ഉണ്ടാവുകയില്ല. എന്നാൽ അതുപോലും നിങ്ങൾ ചിന്തിക്കണം, ഹദീസ് നിദാന ശാസ്ത്രത്തെ മറ്റ് ഹദീസുകളും മറ്റ് റിവായത്തുകളും ആ ഹദീസിന്റെ സ്വഭാവവും അതിന്റെ ഭാഷ പോലും പരിഗണിച്ചിട്ട് പണ്ഡിതന്മാർ അത് വളരെ കൃത്യമായി കണ്ടെത്തും. ഈ ഹദീസിന്റെ ഈ രണ്ടക്ഷരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ളതല്ല, അത് സ്വഹാബി പറഞ്ഞതാണ് എന്നു മാത്രം കണ്ടുപിടിക്കാനുള്ള അത്രയും വലിയ ആഴത്തിലുള്ള പഠനമാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിലുള്ളത്. അപ്പോൾ ഈ ഭാഗം അത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ഇടയിലാണുള്ളത്, പക്ഷേ അത് മുദ്റജാണ് എന്ന് കണ്ടുപിടിക്കണം. അത് വലിയ കുറ്റമാണെന്നോ വലിയ തെറ്റാണോ എന്നുള്ള നിലക്കല്ല, സ്വഹാബി അത് കേൾക്കുന്നവന് വിശദീകരണം പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ പറയുന്ന സമയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, എൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അത് എന്താണ് അത് മുനാബദ എന്ന് സഹാബി വിശദീകരിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാബദയും മുലാമസയും നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അൽ മുനാബദ, എന്താണ് അൽ മുലാമസ എന്ന് സഹാബി വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ റാവിമാരിൽ ആരെങ്കിലും ഒക്കെ വിശദീകരിച്ചു കൊടുക്കാൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മുനാബദയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി മുനാബദയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് വഹിയ തർഹു റജുലി സൗബഹു ബിൽ ബൈഇ ഇല റജുലി ഖബ്ല യുഖല്ലിബഹു അൻ യൻദുറ ഇലൈഹി. ഒരു വസ്തു ഒരാൾ വിൽക്കുകയാണ്, ആ വിൽക്കുന്ന സമയത്ത് എന്താണ് അങ്ങനെ നീട്ടിയിട്ട് ഇയാളെ വസ്തു നോക്കുന്നില്ല, യഥാർത്ഥ രൂപത്തിൽ അത് തിരിച്ചു മറിച്ചും നോക്കുന്നില്ല. അപ്പോൾ ആ നോക്കാതെ തന്നെ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഒരാൾ എന്ത് ചെയ്യാണ്, അത് വിൽപ്പനക്ക് വേണ്ടി കൊടുക്കുകയാണ്, വിൽപ്പനക്ക് വേണ്ടി ഇടുകയാണ്.
മുലാമസയും അങ്ങനെ തന്നെയാണ്. അത് ലംസു തൗബി ലാ യൻദുറു ഇലൈ, ഒരു കാര്യം നോക്കാതെ അതിനെ കേവലം തൊട്ടുകൊണ്ട് മാത്രം അതിനെ കച്ചവടത്തിൽ ഏർപ്പെടുന്ന രീതിയാണ്. എന്താണ് ഈ മുലാമസയും മുനാമസയും, എന്താണ് ഇതിലുള്ള പ്രശ്നം? പണ്ഡിതന്മാർ പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ശരിയായ അഭിപ്രായമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് ഇന്നഹ മുതഅല്ലിഖത്തും ബിൽ ഇൽമി, ഇത് അതിന്റെ അറിവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഥവാ ആ വസ്തുവിന്റെ ജഹാലത്ത് അവിടെ നിലനിൽക്കുന്നുണ്ട്, അതിലൊരു ഖററുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കാത്ത. അപ്പോൾ ആ കൊടുത്ത തുണി അത് ഏത് ക്വാളിറ്റിയാണ്, അത് വേണ്ടത്ര നീളമുണ്ടോ, അത് ഏതാണ് കളറ് എന്നതൊന്നും നോക്കാതെ അത് ഇങ്ങനെ എടുത്തിട്ട് ഇത് 10 രൂപക്ക് വിൽക്കുക എന്ന് പറയുന്ന രീതി, അല്ലെങ്കിൽ ഇത് 100 രൂപക്ക് എന്ന് പറഞ്ഞ് വിൽക്കുന്ന രീതി. നമ്മൾ എന്താണ് വിൽക്കുന്നത് എന്നുള്ളത് വിൽക്കുന്നവനും എന്താണ് വിൽക്കുന്നത് എന്നുള്ളത് വാങ്ങുന്നവനും അറിയേണ്ടതുണ്ട്. അതല്ലാത്ത രൂപത്തിലുള്ള വസ്തുക്കൾ വാങ്ങാൻ നിൽക്കരുത്, അതിൽ പ്രശ്നമാണ്. ചില ആളുകൾ ഇത് പൊളിച്ചിട്ട് നോക്കാനേ പാടില്ല, അങ്ങനെ തന്നെ എടുത്തോളണം എന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, അതിൻ്റെ അകത്ത് ചിലപ്പോൾ പഴയതായിരിക്കും, എന്നിട്ട് അത് പുതിയ പാക്കറ്റിലൊക്കെ ഇട്ട് വിൽക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ തുളകളൊക്കെ ഉണ്ടാകും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ പഴക്കം ചെന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കളറൊക്കെ ചേർത്ത് വല്ലതൊക്കെ ചെയ്തതായിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ എന്താണെന്നുള്ള വ്യക്തമാകാത്ത രൂപത്തിൽ അത് വിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൗബ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്, വസ്ത്രം ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്. ഇതെല്ലാ കച്ചവടത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിൽക്കുന്ന സമയത്ത് ആ നിലക്ക് വിൽക്കാൻ പാടില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബൈഉൽ ഖറർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ പറയാണ് ഒരു ബോക്സിൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ള വസ്തു ഞാൻ 1000 രൂപക്ക് വിൽക്കുന്നു. എന്താണ് വസ്തു? അതൊന്നും നോക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട്, 1000 ഉറുപ്പിക അത് കിട്ടും. അപ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര വസ്തുവായിരിക്കും, 1000-നേക്കാളും വില മതിക്കുന്ന വസ്തുവായിരിക്കും. ചിലപ്പോൾ അതായിരിക്കില്ല, നമുക്ക് നഷ്ടമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാൻ പറ്റൂല. അതിനൊരു എന്ത് വസ്തുവാണെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് വേണ്ട ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് ഒരു വാച്ചുണ്ട്, ഇത് ഞാൻ വിൽക്കുകയാണ് 1000 രൂപ. ചിലപ്പോൾ അത് വളരെ ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും, ചിലപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. എന്താണെന്ന് നോക്കാൻ പറ്റൂല. ഈ നിലക്കത് വാങ്ങണം. അങ്ങനെയാണെങ്കിൽ ശരി, ആ കച്ചവടം പാടില്ല. അതേപോലെ വേറൊരാൾ പറയണം, എൻ്റെ കയ്യിലുള്ള ഈ പണം, അല്ലെങ്കിൽ നിന്റെ പോക്കറ്റിലുള്ള ആ പണം മുഴുവൻ തന്നാൽ ഞാനിത് വിൽക്കാം, ഈ വസ്തു. അപ്പോൾ അവിടെ എത്രയാണ് പണം എന്നുള്ളത് വ്യക്തമല്ല എങ്കിൽ അവിടെയും ആ കച്ചവടവും പാടില്ല. അപ്പം ഇതിൽ അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് ഈ വിഷയത്തിലുള്ളത്. ഒന്ന്, ഒരാൾ ഒരു തുണി എറിഞ്ഞു കൊടുത്ത് അത് നോക്കുന്നുണ്ട്, കൈകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, പക്ഷെ അത് വ്യക്തമായിട്ട് തിരിച്ചും മറിച്ചും നോക്കാതെയുള്ള വിൽപ്പന. നേരെ ഇങ്ങനെ എടുത്തിട്ട് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എടുത്ത് കൊണ്ടുപോകണം, അതാണ് കച്ചവടം. അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. രണ്ടാമത്തേത്, അത് ഇരുട്ടത്തോ മറ്റോ ആകാം, അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആളോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് തൊട്ടിട്ട് മാത്രം നോക്കുന്നത്, അത് ശരിക്കും അതിൻ്റെ കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നോക്കാതെ കേവലം തൊട്ടറിഞ്ഞു മാത്രം വിൽക്കുക, അങ്ങനെ മാത്രം വിൽക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ 2 രൂപത്തിലുള്ളതും പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അത് പണ്ഡിതന്മാർ പറഞ്ഞു, ലിഅന്ന ഹാദാ യുഅദ്ദി ഇലൽ ഖറർ, അത് ഖററിലേക്ക്, നമുക്കൊരു ജഹാലത്തുണ്ട്, അതൊരു അവ്യക്തതയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് എന്നാണ്. അപ്പോൾ ദീനുൽ ഇസ്ലാം അങ്ങനെയുള്ള കാര്യം നിഷിദ്ധമാക്കുന്നതിൻ്റെ കാരണം പ്രധാനപ്പെട്ടത് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കൊക്കെ എന്തുണ്ട്, അതിൽ നഷ്ടമുണ്ട്. ഒരു ഭാഗ്യ പരീക്ഷണം പോലെയാണ്, ഒരു ലോട്ടറിയുടെ വേറൊരു തലത്തിൽ പെട്ടതാണ്. ചിലപ്പോൾ നമുക്ക് ആ കച്ചവടം ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. ആ രൂപത്തിലാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കച്ചവടം ചെയ്യുന്ന വസ്തുക്കൾ ഒന്നുകിൽ അതിൻ്റെ വിശേഷണങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ട് നമ്മളത് അറിയേണ്ടതുണ്ട്, അതല്ലെങ്കിൽ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കേണ്ടതാണ്, അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തൊട്ടറിഞ്ഞിട്ടോ മറ്റോ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിലക്കും അറിയാത്ത രൂപത്തിൽ വാങ്ങുക എന്നുള്ളത് സഹോദരങ്ങളെ അത് പാടില്ല. അത് എന്ത് ചെയ്യും, അത് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.